ഈ ബ്ലൂടൂത്ത് സ്പീക്കർ കഴിഞ്ഞ ദിവസം എനിക്ക് തൊടുപുഴയിൽ നിന്ന് നമ്മുടെ മങ്ങാട്ടുകരയിലുള്ള ആക്രിക്കടയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. 10 രൂപയ്ക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ മേലിലുള്ള തുരുമ്പെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഇങ്ങനെ നന്നാക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ശരിക്കും പറഞ്ഞത് തുറന്ന് നോക്കുന്നത് കേട്ടോ. കാരണം അതുപോലെ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് പുറമേയുള്ള തുരുമ്പൊക്കെ. ഇതിൻ്റെ സ്ക്രൂകളൊക്കെ അഴിച്ചെടുക്കാൻ വേണ്ടി നല്ല പണിയെടുക്കണമെന്നായിരുന്നു കേട്ടോ. തുരുമ്പെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തുരുമ്പായിരുന്നു. പിന്നെ നമ്മൾ WD-40 ഒക്കെ അടിച്ച് ഒരു 1-2 മണിക്കൂർ വെച്ച് അതിനുശേഷം അതൊക്കെ ഒന്ന് ഇളകിയതിന് ശേഷം ഇതൊക്കെ അഴിച്ചെടുത്തത് കേട്ടോ. ഇതുപോലത്തെ റിസ്റ്റോറേഷൻ വർക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ വേണ്ടി നിങ്ങൾ മറക്കരുത് കേട്ടോ. ഇടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓർത്തില്ലെങ്കിലും ഓർത്തിട്ടാ. അതുപോലെ നമ്മൾ ഈ സംഭവം അഴിച്ചെടുത്തായിരുന്നു കേട്ടോ. എൻ്റെ സ്പീക്കറിനൊന്നും വലിയ പ്രശ്നമുള്ളതായിട്ട് ആദ്യമൊന്നും തോന്നിയില്ല. കാരണം വെള്ളം കയറിയൊരു സംഭവം ഒന്നും ഇതിനകത്ത് കണ്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ബാറ്ററി എന്തായാലും പോയതായിരിക്കും. കാരണം ഇത്ര നാൾ ആക്രിക്കട കിടന്നല്ലേ, ഉറപ്പായിട്ടും പോകും. പിന്നെ സ്പീക്കറിൻ്റെ വാട്സ് എത്രയും നോക്കി കഴിഞ്ഞപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ബോർഡ് ഇളക്കി എടുക്കുന്നുണ്ടായിരുന്നേ, അത് എടുക്കാൻ വെച്ചിട്ട് പാടുപെട്ടു. അത് കാണിക്കുന്നില്ല കേട്ടോ. ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ തുരുമ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത്രയാണ് ഇതിൻ്റെ അവസ്ഥ. നന്നാക്കി എടുക്കുന്ന ഒരു പ്രതീക്ഷയില്ല. എന്താണെങ്കിലും നമ്മൾ ശ്രമിച്ചു നോക്കുന്നതായിരിക്കും. അത് ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ ചാനൽ റിസ്റ്റോറേഷൻ വീഡിയോസാണോ അതുപോലെ തന്നെ DIY റിയാക്ഷൻ വീഡിയോസാണോ നിങ്ങൾക്ക് കുറച്ചൊരു ഇഷ്ടം കാണാൻ പറയണേ എന്നേ. എൻ്റെ വർഷം കണ്ട 2018 പ്രളയം അതിജീവിച്ച ഐറ്റമാണ്. എന്നിട്ട് പ്രളയത്തിൽ പോലും വെള്ളം കയറിയിട്ടില്ല. എവിടെ നിന്ന് തുരുമ്പ് കണ്ടാൽ പറയില്ല. അതിനുശേഷം നമ്മൾ പിന്നെയും കുറച്ചുകൂടെ WD-40 ഇതിനകത്ത് അടിക്കുന്നുണ്ടേ. എനിക്ക് സംശയമുള്ള വെച്ചാൽ ഞാൻ ഈ WD-40 ഓവറായിട്ട് അടിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നാണ്. ഇതൊക്കെ ഇലക്ട്രോണിക്സിനെ കുറിച്ച് നല്ല ഗഹനമായിട്ട് അറിവുള്ളവർ നോക്കേണ്ടി വരും. നമ്മൾ അതിനിടയ്ക്ക് സ്വിച്ച് ഒന്ന് ചെക്ക് ചെയ്താൽ സ്വിച്ചിൻ്റെ അകത്ത് കോണ്ടാക്റ്റ് വരുന്നില്ല. പിന്നെ നമുക്ക് ഈ ബാറ്ററിക്കകത്ത് വേണ്ടിയുള്ള സാധനം BMS ബോർഡ് അതെന്തായാലും നമുക്ക് ഊരിയെടുക്കണം. അടുത്ത ബാറ്ററി വെക്കാൻ നേരത്ത് അത് ആവശ്യമുണ്ട്. തൽക്കാലത്തേക്ക് നമുക്കൊരു ബാറ്ററി സെറ്റപ്പ് ഉണ്ടാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3.7 ലിഥിയം അയൺ ബാറ്ററിയാണ്. നല്ലതാണ് വെച്ചിരിക്കുന്നത്. 1500 mAh. ഒരു 5-6 മണിക്കൂർ പാട്ട് പാടാൻ ധാരാളം മതി. പിന്നെ നമുക്കത് സ്പീക്കറൊക്കെ എടുത്ത് ഞാൻ കണക്ട് ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ചമ്മിപ്പോയി. നമുക്കെന്നും പറ്റുന്ന പോലെ തന്നെ ഇതും നമ്മളെ പറ്റിച്ചു. വർക്ക് ചെയ്യുന്നുള്ള സാർ. കുറച്ച് നേരം പണിയെടുത്ത് നോക്കി സ്വിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിക്കും ടാട്ടി നോക്കി കേട്ടോ. ഒരു കാര്യമില്ല, ഒരു പിടുത്തമില്ല എന്നാ പറ്റിയെന്നുള്ളത്. അതിനിടയ്ക്ക് എനിക്ക് ചെറിയൊരു ഐഡിയ തോന്നി കേട്ടോ. ബാറ്ററി അതിൻ്റെ സ്വിച്ച് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കിയാൽ അവസാനം അതിൻ്റെ ഒന്ന് പുക വന്നു. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ചാർജർ ഒന്ന് കണക്ട് ചെയ്യാൻ തോന്നി. ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മോനെ ഇത് ലൈറ്റ് കത്തുന്നുണ്ട്. ബാറ്ററി ചാർജ് ആവാനുള്ള ശ്രമം നടത്തണ്ടേ. പിന്നെ നമ്മളത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. നടപടി ആയില്ലെന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ സംഭവം വിട്ടു. കാരണം സ്പീക്കറും അതിൻ്റെ പോയി, ബാറ്ററിയും പോയി, ബോർഡും പോയി. പിന്നെന്തിനീ സാധനം. പക്ഷേ അതിൻ്റെ ഷെല്ലിൻ്റെ അകത്ത് അതിൻ്റെ പാസീവ് റേഡിയേറ്റർ ഇരിപ്പുണ്ട്. അതാണ് നമ്മളതിൻ്റെ അകത്ത് ആകർഷിച്ചൊരു ഘടകം. അതുകൊണ്ടാണ് നമ്മൾ നന്നാക്കാനുള്ള ഉദ്ദേശം പോലും വെച്ചത്. കാരണം നല്ല ബേസ് എഫക്റ്റ് കിട്ടാൻ പാസീവ് റേഡിയേറ്റർ അടിപൊളിയാണ്. ഇടയ്ക്ക് നാക്കൊളുക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കേണ്ടതാണെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ച് കൊള്ളുകയാണ്. എന്തായാലും നമ്മളിതൊക്കെ അടുത്ത പണിയിലേക്ക് തന്നെ കിടന്നിട്ടുണ്ട്. പുതിയ ബോർഡ് എടുത്തുകൊണ്ട് വന്നു. കാരണം ഇതും ആക്രിക്കടയിൽ തന്നെ കിട്ടിയ കേട്ടോ. ഇതൊക്കെ 10-15 രൂപയ്ക്കുള്ളുന്നേ. ചുമ്മാ നമ്മൾ മേടിച്ച് വെക്കുന്ന. ഇതെന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധനം സെറ്റ് ചെയ്തു. കേസിൻ്റെ അകത്ത് കയറ്റാനുള്ള പരിപാടി കേട്ടോ. ഡബിൾ സൈഡ് ടേപ്പൊക്കെ എടുത്തൊട്ടിച്ച്. അതിൻ്റെ അകത്ത് ഉപയോഗമൊന്നും വന്നില്ല. നമ്മളെന്നിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചാൽ ഒട്ടിച്ചത്. കാരണം ഡബിൾ സൈഡ് ടേപ്പ് വയ്ക്കുമ്പോഴേക്കും അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കയറിയില്ല. പിന്നെ ഒന്നും നോക്കില്ല, ഗ്ലൂ ഗണ്ണ് എടുത്ത് പശയടിച്ച് സംഭവം സെറ്റ് ചെയ്തു. ഇതെവിടെ തുറന്ന് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് എങ്ങോട്ടോ പോയേക്കുവാണേ. ഇനി കുറേ നേരം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ. അതുവരെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അല്ല, വരുന്നുണ്ട്. എൻ്റെ പശയടിക്കുന്ന വീഡിയോ ഇപ്പോഴാണ് വന്നത്. വോയിസ് ഓവർ വേറെ വഴിക്ക്, പശയൊക്കെ അടിക്കുന്നത് വേറെ വഴിക്ക്. എന്താണെങ്കിൽ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അടച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സംഭവം അടയണില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ഊരിപ്പള്ളേ കളഞ്ഞത്. എൻ്റെ പശ മാത്രം അടിച്ച് സെറ്റ് ചെയ്തു. പക്ഷേ നല്ല എന്നാണ് പറഞ്ഞത്, നല്ല ക്ലിയറായിട്ട് കയറി അടഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ നേരെ പോലും കിടന്നു പോലും. അമ്മാരി രീതിയിൽ പശ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ശേഷം നമ്മളത് ഓണാക്കി നോക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഐറ്റം നമ്മൾ കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു എസ്തറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടി കണ്ടോ നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. മോനെ എങ്ങനെയുണ്ട്? അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഒരു ലൈക്ക് ഇന്നെന്തായാലും. NCSൻ്റെ മ്യൂസിക് എൻ്റെ ഫോണിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം സൗണ്ടിലാണ് വെച്ചേക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതുപോലത്തെ റിസ്റ്റോറേഷൻ വീഡിയോസും ക്രാഫ്റ്റിംഗ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത് കേട്ടോ. എന്തായാലും ലൈക്ക് തന്നിട്ടപ്പോൾ ഉള്ളത്. അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ, ടാറ്റാ.